ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്നിവിടെ വെറൈറ്റി ആയൊരു ഉപ്പുമാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. സാബുദാനം വെച്ച് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ജബേരി എന്നൊക്കെ പറയും. ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം കുതിർത്ത് വെച്ച 1 മണിക്കൂറോളം കുതിർത്ത് വെച്ച സാബുദാനമാണത്. നല്ലപോലെ കഴുകിയതിന് ശേഷം അതൊന്ന് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം, വേവിച്ചെടുക്കാം. പാത്രത്തിൻ്റെ മൂടി വെച്ച് അടച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. അതിൻ്റെ മുമ്പേ നമുക്ക് മല്ലിയിലയും കുറച്ച് 2 പച്ചമുളക്, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സാബു റൈസ് എന്നൊക്കെ പറയും, അത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങാണ്. ഇനി കുറച്ച് നമുക്ക് 1 കപ്പോളം നിലക്കടല എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഇത് ആൾറെഡി നമ്മളിത് ഫ്രൈ ചെയ്ത വറുത്തെടുത്ത നിലക്കടലയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമുക്ക് ഒരു ടീസ്പൂണോളം ഗീ ആഡ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും അതേപോലെ തൊലി കളഞ്ഞ നിലക്കടലയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. വേവിച്ച് വെച്ച സാബുദാനം അതുകൂടെ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണോളം ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരച്ച് വെച്ച മല്ലിയില അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ആവശ്യത്തിന് സാൾട്ട് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഉപ്പുമാവാക്കി എടുക്കാം. അങ്ങനെ അടിപൊളിയായ ടേസ്റ്റിയായ സാബുദാനം ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. വെറൈറ്റി ആയിട്ട് ഉപ്പുമാവൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ മല്ലിയിലയൊക്കെ ഒന്ന് അരച്ച് കൊടുത്ത കാരണം നല്ലൊരു ഗ്രീൻ കളറാണ് അത് വന്നിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഉപ്പുമാവ് നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്യണേ. അപ്പോൾ നല്ല ടേസ്റ്റിയായ വെറൈറ്റിയായ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഉപ്പുമാവ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.